കൊച്ചി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. ശിക്ഷയിന്മേലുള്ള വാദം പൂർത്തിയായി. പ്രതി ബാബു മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പ്രതിഭാഗം അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് പ്രോസിക്യൂഷനും പറയുന്നു. കിരൺ കുമാർ ചേരും കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, വിശദാംശങ്ങൾ. അങ്കമാലി മൂക്കന്നൂരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായത്. എറണാകുളം ജില്ലാ കോടതിയിൽ നടന്ന വാദത്തിൽ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ബാബു എന്ന ആൾ, ഇയാൾ മറ്റ് കേസുകളിലൊന്നും തന്നെ പ്രതിയല്ലെന്നും ഇയാളുടെ ജയിലിലെ നല്ല നടപ്പടക്കം പരിഗണിച്ചുകൊണ്ട് ഈ ശിക്ഷാവിധിയിൽ ഇളവ് വരുത്തണം എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത് അങ്കമാലി സ്വദേശിയായിട്ടുള്ള ശിവൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യ വത്സല, മകൾ സീത എന്നീ 3 പേരാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. ഈ കൊല്ലപ്പെട്ട വത്സലയ്ക്ക് അതിക്രൂരമായി തന്നെ പരിക്കേറ്റിരുന്നു. ഇവരുടെ തലച്ചോറടക്കം പുറത്തു വരുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. മാത്രമല്ല, പ്രതി വേറെയും കൊലപാതകം നടത്തുന്നതിനെ കുറിച്ച് അടക്കം ആസൂത്രണം ചെയ്തിരുന്നു. ഇങ്ങനെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ പ്രതി നടത്തിയത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഏതായാലും പ്രോസിക്യൂഷൻ വാദിച്ചത്. ഏതായാലും ഈ കേസിന്റെ വിധി പറയുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച കോടതി ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള മുഴുവൻ കേസുകളും നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. 2018 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. 2018 ഫെബ്രുവരി 11 മൂക്കന്നൂർ സ്വദേശിയായിട്ടുള്ള ശിവനും ഇദ്ദേഹത്തിന്റെ ഭാര്യ വത്സല, ഒപ്പം മകൾ സ്മിത എന്നിവരെ ഈ ശിവന്റെ സഹോദരനായിട്ടുള്ള ബാബു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു ഈ കൊലപാതകം നടന്നത്. മാത്രവുമല്ല, ഈ ഇവരുടെ കുടുംബത്തിൽ തന്നെ മറ്റൊരു അംഗത്തെ കൂടി കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയും അന്ന് ബാബു പദ്ധതികൾ ഇട്ടിരുന്നു. അന്ന് ഇവരെ കൊലപ്പെടുത്താനായിട്ട് ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് സമീപം എത്തിയെങ്കിലും പിന്നീട് അവരെ കാണാൻ കഴിയാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം അന്ന് നടക്കാതിരുന്നത്. പിന്നീട് അവിടെ നിന്നും, അതായത് ഈ സംഭവം നടന്ന അങ്കമാലിയിൽ നിന്നും രക്ഷപ്പെട്ട ബാബു പിന്നീട് ചാലക്കുടിയിലെത്തി. അവിടെ ഒരു ക്ഷേത്രത്തിന്റെ കോപ്പിൽ ഇദ്ദേഹം യാത്ര ചെയ്ത സ്കൂട്ടറും തള്ളിയിട്ട് ഇയാൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ സമയത്ത് നാട്ടുകാരും പോലീസും ചേർന്ന ആണ് ഈ പ്രതിയെ പിന്നീട് പിടികൂടിയത്. ശരി കിരൺ.